പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഇപ്പോൾ പുകയുന്നത് കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ദീർഘകാലമായുള്ള ചില മുറിവുകളുടെ തുറന്നു പറച്ചിലാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കും അപ്പുറം പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇറാൻ എന്ന ഘടകം എങ്ങനെയാണ് വലിയൊരു വിഭാഗം ജനങ്ങളുടെയും ഭരണകൂടത്തെയും രണ്ട് തട്ടിലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാനിലേക്ക് പോകൂ എന്ന സൈനിക മേധാവിയുടെ പരാമർശവും അതിന് മറുപടിയായി ഉയർന്ന ജിന്ന ഷിയയായിരുന്നു എന്ന മുദ്രാവാക്യവും പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയുടെ പ്രതീകങ്ങളാണ്. ഒരു ജനതയുടെ മതപരമായ സ്വത്വം എവിടെ അവസാനിക്കുന്നുവെന്നും അവരുടെ ദേശീയത എവിടെ തുടങ്ങുന്നുവെന്നുമുള്ള സങ്കീർണമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറും ഷിയ പണ്ഡിതരും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു അടച്ചിട്ട മുറിയിലെ സംഭാഷണമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് പാകിസ്ഥാനിലുടനീളം നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നിങ്ങൾക്ക് ഇറാനോട് ഇത്രയധികം സ്നേഹമുണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കൂടെ എന്ന് ജനറൽ മുനീർ ചോദിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈയൊരു വാചകം പാകിസ്ഥാനിലെ ഷിയ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. ഇത് കേവലം ഒരു ശാസനയായോ ഉപദേശമായോ അല്ല അവർ കാണുന്നത്, മറിച്ച് തങ്ങളുടെ പൗരത്വത്തിനു മേലുള്ള കടന്നുകയറ്റമായും രാജ്യത്തോടുള്ള തങ്ങളുടെ കൂറ് സംശയിക്കപ്പെടുന്നതായും അവർ ഭയപ്പെടുന്നു. തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ തങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഈ ഒരു പരാമർശം ഉണ്ടാക്കിയത്. ഇതിനെതിരെയുള്ള പ്രതിരോധമെന്ന നിലയിലാണ് ജിന്ന ഷിയയായിരുന്നു എന്ന ചരിത്രപരമായ സത്യം സമൂഹ മാധ്യമങ്ങളിലും തെരുവുകളിലും മുഴങ്ങുന്നത്. പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന ഒരു ഷിയ വിഭാഗക്കാരനായിരുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാട്ടുന്നതിലൂടെ തങ്ങൾ ഈ രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരല്ലെന്നും ഈ രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ തങ്ങളുടെ വിഭാഗത്തിന് തുല്യമായ അവകാശമുണ്ടെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. ഇറാനിലെ സംഭവ വികാസങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുന്നത് തങ്ങളുടെ പാകിസ്ഥാൻ എന്ന ദേശീയ സ്വത്വത്തിന് വിരുദ്ധമല്ലെന്ന് തെളിയിക്കാനാണ് അവർ ജിന്നയെ മുൻനിർത്തുന്നത്. ജിന്നയെ പോലെ ഒരാൾക്ക് ഈ രാജ്യം കെട്ടിപ്പടുക്കാമെങ്കിൽ അതേ വിശ്വാസധാര പിന്തുടരുന്ന തങ്ങൾ എങ്ങനെയാണ് ഇറാന്റെ ചാരന്മാരോ അല്ലെങ്കിൽ രാജ്യദ്രോഹികളോ ആകുന്നത് എന്ന ചോദ്യം ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നു. ഈ സംഘർഷത്തിന്റെ പെട്ടെന്നുള്ള കാരണം ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രയേൽ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനിൽ ഈ വാർത്തയുണ്ടാക്കിയ പ്രകമ്പനം വളരെ വലുതായിരുന്നു. കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമാവുകയും സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 26 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ 10 പേരും കറാച്ചിയിലെ സംഘർഷത്തിലാണ് മരിച്ചത്. ഈ രക്തച്ചൊരിച്ചിൽ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഇത് കേവലം വിദേശകാര്യ നയത്തിന്റെ പ്രശ്നമല്ലാതായി മാറുകയും സ്വന്തം ജനതയുടെ വികാരങ്ങളെ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്കുള്ള ചർച്ചയായി മാറുകയും ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങളും പ്രതിഷേധക്കാരും ചോദിക്കുന്നത് തങ്ങളുടെ മതനേതാവിൻ്റെ വധത്തിൽ ദുഃഖിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ വിരുദ്ധമാകുന്നത് എന്നാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള മറ്റൊരു വശമുണ്ട്. 1980കളിൽ പാകിസ്ഥാനിൽ നടപ്പിലാക്കിയ ഇസ്ലാമികവൽക്കരണ പ്രക്രിയ ഷിയ വിഭാഗത്തെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനറൽ സിയ ഉൽ ഹക്കിന്റെ കാലത്ത് സുന്നി ഇസ്ലാമിന് മുൻഗണന നൽകുന്ന തരത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതപ്പെട്ടപ്പോൾ ഷിയ വിഭാഗത്തിന് തങ്ങളുടെ സ്വത്വം അപകടത്തിലാണെന്ന് തോന്നലുണ്ടായി. ഇതേ കാലയളവിൽ തന്നെയാണ് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത്. സ്വാഭാവികമായും പാകിസ്ഥാനിലെ ഷിയ വിഭാഗം തങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ സംരക്ഷണത്തിനായി ഇറാനെ ഒരു മാതൃകയായും ആശ്രയമായും കാണാൻ തുടങ്ങി. അതായത് പാകിസ്ഥാനിലെ ആഭ്യന്തരമായ വിവേചനമാണ് ഇറാന്റെ സ്വാധീനം ആ സമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ കാരണമായത്. ഈ ചരിത്രപരമായ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഇന്നത്തെ പ്രശ്നങ്ങളെ കാണാൻ കഴിയില്ല നമുക്ക്. പാകിസ്ഥാന്റെ നയതന്ത്രപരമായ പ്രതിസന്ധിയാണ് ഇവിടെ മറ്റൊരു വില്ലൻ. പാകിസ്ഥാന് അമേരിക്കയുമായും സൗദി അറേബ്യയുമായും അടുത്ത ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. സാമ്പത്തിക സഹായങ്ങൾക്കും സൈനിക പിന്തുണയ്ക്കും ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അതേസമയം തന്നെ അയൽ രാജ്യമായ ഇറാനുമായി പൂർണ്ണമായ ശത്രുത പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതുമില്ല. ഖമേനിയുടെ വധത്തെ തുടർന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അവരെ വെടിവെച്ചിടാൻ സൈന്യം ശ്രമിച്ചത് അമേരിക്കയെയും സൗദിയെയും പ്രീണിപ്പിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. ഖമേനിയുടെ വധത്തെ തുടർന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അവരെ അടിച്ചമർത്താൻ സൈന്യം ശ്രമിച്ചത് അമേരിക്കയെയും സൗദിയെയും പ്രീണിപ്പിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. സ്വന്തം ജനതയുടെ വികാരത്തെക്കാൾ വിദേശ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്കാണ് സർക്കാർ വില കൽപ്പിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ വിശ്വസിക്കുന്നത്. ഈ ഇരട്ടത്താപ്പാണ് ജനറൽ മുനീറിന്റെ പരാമർശത്തിലൂടെ പുറത്തു വന്നത്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 5 ഭാഗം വരുന്ന ഷിയ വിഭാഗം രാജ്യത്തിന്റെ വികസനത്തിലും സൈന്യത്തിലും ഭരണകൂടത്തിലും വലിയ പങ്കുവഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ വിദേശ ഏജന്റുകളായി ചിത്രീകരിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് വലിയ ഭീഷണിയാണ്. ഇറാനിലേക്ക് പോകൂ എന്ന വിദ്വേഷം നിറഞ്ഞ വിളി മുൻപ് മറ്റു പല വിഭാഗങ്ങൾക്ക് നേരെയും പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഇത്തരം പരാമർശങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെ രാജ്യത്തിന് പുറത്തുള്ളവരായി കാണാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ജിന്നയെ മുൻനിർത്തി ഷിയ വിഭാഗം നടത്തുന്ന പ്രതിരോധം ഈ വാദത്തിൻ്റെ മുനയൊടിക്കുന്നു. പാകിസ്ഥാൻ എന്ന ആശയത്തിൻ്റെ തന്നെ സൃഷ്ടാവ് ഷിയ വിശ്വാസിയായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ വിശ്വാസം രാജ്യത്തിന് വിരുദ്ധമാകുന്നത് എന്ന യുക്തിഭദ്രമായ ചോദ്യം പാകിസ്ഥാൻ സൈന്യത്തെയും സർക്കാരിനെയും അസ്വസ്ഥമാക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ ദുഃഖത്തെയും രോക്ഷത്തെയും ഭരണകൂടം സംശയത്തോടെ നോക്കുന്ന കാഴ്ചയാണ്. ഖമേനിയുടെ മരണം ഷിയ വിശ്വാസികൾക്ക് വെറുമൊരു രാഷ്ട്രീയ സംഭവമല്ല, മറിച്ച് അതൊരു മതപരമായ ആഘാതമാണ്. ഈ വികാരത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെ ഭീഷണിയായി കാണുന്നതാണ് പാകിസ്ഥാൻ ഭരണകൂടം വരുത്തുന്ന വലിയ പിഴവ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ പാകിസ്ഥാൻ അതിൻ്റെ ദേശീയതയെ പുനർനിർവചിക്കേണ്ടതുണ്ട്. സുന്നി ഭൂരിപക്ഷ രാജ്യം എന്നതിനപ്പുറം എല്ലാ ഇസ്ലാമിക വിശ്വാസികൾക്കും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശമുള്ള ഒരിടമായി പാകിസ്ഥാൻ മാറേണ്ടതുണ്ട്. ജിന്ന വിഭാവനം ചെയ്ത പാകിസ്ഥാനിൽ മതപരമായ വിവേചനത്തിന് സ്ഥാനമില്ലായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കാനാണ് പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത്. ഈ വിവാദം പാകിസ്ഥാന്റെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. സൈന്യത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കുറയുന്നതും ജനങ്ങൾ തങ്ങളുടെ സ്വത്വത്തിനു വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്നതും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ പുതിയ പ്രവണതയാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ സ്വന്തം പൗരന്മാരുടെ വിശ്വാസം ആർജിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ അത് വലിയ ആഭ്യന്തര കലാപങ്ങളിലേക്ക് നയിച്ചേക്കാം. കറാച്ചിയിലെ തെരുവുകളിൽ ചിന്തിയ രക്തം അത്ര പെട്ടെന്ന് ആരും മറക്കാനിടയില്ല. അത് കേവലം ഇറാന് വേണ്ടിയുള്ള രക്തമല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടത്തിൻ്റെ അടയാളമാണ്. ചുരുക്കത്തിൽ ഇറാൻ പാകിസ്ഥാനെ വിഭജിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഉള്ളിലെ വിള്ളലുകൾ ഇറാനിലെ സംഭവ വികാസങ്ങളിലൂടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ദേശീയതയും മതവിശ്വാസവും പരസ്പര വിരുദ്ധമാകേണ്ടതില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അവ രണ്ടിനെയും വിഘടിപ്പിച്ചു നിർത്താനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. ജിന്നയുടെ പാരമ്പര്യം ഉയർത്തിക്കാട്ടുന്നതിലൂടെ തങ്ങൾ ഈ രാജ്യത്തിന്റെ ഉടമസ്ഥരാണെന്ന ബോധം ഷിയ സമൂഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്, തങ്ങളുടെ ജനതയെ ചേർത്ത് പിടിക്കണോ അതോ അവരെ അന്യവൽക്കരിച്ച് മറ്റൊരു വിഭജനത്തിലേക്ക് രാജ്യത്തെ നയിക്കണോ എന്ന്. പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.